ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മണി ഹെസ്റ്റ് സീരീസിലെ ആദ്യ സീസണിലെ 10ാമത്തെ എപ്പിസോഡാണ്. ഇതിന് മുന്നേ ഉള്ള എപ്പിസോഡുകൾ കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ദയവ് ചെയ്ത് ആ വീഡിയോസ് കണ്ട ശേഷം ഈ വീഡിയോ കാണുവാൻ ശ്രമിക്കുക. വീഡിയോസിന്റെ ലിങ്ക് ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം റക്കേൽ പ്രൂഫ് ഓഫ് ലൈഫിന് വേണ്ടി ആവശ്യപ്പെടുന്നു. പ്രൊഫസർ ഉള്ളിലുള്ള തന്റെ ടീമിനെ കോൾ ചെയ്ത് പ്രൂഫ് ഓഫ് ലൈഫ് റെഡിയാക്കുവാൻ ആവശ്യപ്പെടുന്നു. ഏഞ്ചൽ റെട്രോക്സിൽ എന്ന മെഡിസിൻ ബൾക്കായി ആരൊക്കെ പർച്ചേസ് ചെയ്തു എന്ന വിവരം കണ്ടെത്തിക്കൊണ്ട് അവിടേക്ക് വരുന്നു. റക്കേൽ മറ്റുള്ളവരോട് പുറത്തേക്ക് പോകുവാൻ ആവശ്യപ്പെടുന്നു. ഇത് കാണുന്ന ഏഞ്ചൽ റക്കേലിനോട് ടീമിനെ ഇങ്ങനെ ഓരോ സമയം പുറത്തേക്ക് അയക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നു. ഒരു ടീം ആകുമ്പോൾ പരസ്പര വിശ്വാസം വേണം, അപ്പോൾ മാത്രമേ അവർ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ മനസ്സ് കാണിക്കുള്ളൂ എന്ന് ഏഞ്ചൽ പറയുന്നു. ഒരു പക്ഷേ ഒറ്റുകാരൻ നമ്മുടെ കൂട്ടത്തിലല്ലാതെ കോഫി ഷോപ്പിൽ മീറ്റ് ചെയ്യുന്ന റക്കേലിന്റെ സുഹൃത്താകാൻ ചാൻസ് ഇല്ലേ എന്ന് ഏഞ്ചൽ ചോദിക്കുന്നു. കാരണം പ്രൊഫസർ ഒരിക്കൽ ടെന്റിലേക്ക് വന്നിട്ടുണ്ട്. എന്നാൽ റക്കേൽ അത് അംഗീകരിക്കുന്നില്ല. ശേഷം അവർ റെട്രോക്സിൽ മെഡിസിനെ പറ്റി സംസാരിച്ചു തുടങ്ങുന്നു. റെട്രോക്സിൽ മുൻകൂറായി ഓർഡർ ചെയ്താൽ മാത്രം ലഭിക്കുന്ന മെഡിസിനാണ്. ആവശ്യക്കാർ ഓർഡർ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ അഡ്രസ്സിലേക്ക് ഡെലിവറി ചെയ്യും. റോബറി ഗ്യാങ് റോയൽ മിന്റ് പിടിച്ചെടുക്കുന്നതിന് 2 ദിവസം മുന്നേ ഒരു ഫാർമസിയിൽ വലിയ ബൾക്ക് ഓർഡറിൽ റെട്രോക്സിൽ വാങ്ങിയിട്ടുണ്ടെന്ന് ഏഞ്ചൽ പറയുന്നു. റക്കേൽ ഏഞ്ചലിനോട് സെർച്ച് വാറന്റ് വാങ്ങി ഫാർമസിയിൽ നിന്നും റെട്രോക്സിൽ വാങ്ങിയ ആളിന്റെ അഡ്രസ്സ് കണ്ടെത്തുവാൻ പറയുന്നു. ഇതെല്ലാം പ്രൊഫസർ കേൾക്കുന്നുണ്ടായിരുന്നു. അവർ ഫാർമസി ചെക്ക് ചെയ്താൽ ഉറപ്പായും ബെർലിന്റെ ഡീറ്റെയിൽസിൽ നിന്നും തങ്ങളുടെ അഡ്രസ് കണ്ടെത്തും. അതുവഴി ടീമിലെ എല്ലാവരും പിടിക്കപ്പെടും. ഏഞ്ചൽ ഫാർമസിയിലേക്ക് എത്തുന്നതിന് മുൻപേ ആ ഫയലുകൾ നശിപ്പിച്ചാൽ മാത്രമേ തങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്നും പുറത്തേക്ക് വരുവാൻ കഴിയുള്ളൂ. ഈ സമയം റോബറി ടീം പോലീസിന് പ്രൂഫ് ഓഫ് ലൈഫ് അയച്ചു കൊടുക്കുന്നു. അവർ ഓരോ ഹോസ്റ്റേജസിന്റെയും വീഡിയോ എടുത്ത് അയച്ചിരിക്കുന്നു. അത് ടെന്റിൽ നിന്നും പോലീസ് ടീം ചെക്ക് ചെയ്യുന്നു. അവർക്ക് വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തതുപോലെ ഫീൽ ചെയ്യുന്നു. കൂടാതെ വീഡിയോസ് വളരെ ലോ ക്വാളിറ്റിയിലാണ് അയച്ചിരിക്കുന്നത്. സെർവറോസ് ആ വീഡിയോ കണ്ട ശേഷം ഗവൺമെന്റ് അത് പ്രൂഫ് ഓഫ് ലൈഫായി അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നു. പിയാട്രോ ഈ സമയം പ്രൂഫ് ഓഫ് ലൈഫ് ഗവൺമെന്റ് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ അറ്റാക്ക് ചെയ്യുവാനാണ് മുകളിൽ നിന്നുള്ള ഓർഡർ എന്ന് പറയുന്നു. അങ്ങനെ ചെയ്താൽ അത് പല പ്രശ്നങ്ങൾക്കും കാരണമാകുമെന്ന് റക്കേൽ പറയുന്നു. അവർക്ക് 2 മണിക്കൂർ കൂടി സമയം കൊടുത്തുകൊണ്ട് മറ്റൊരു വീഡിയോ ആവശ്യപ്പെടാമെന്ന് അവൾ പറയുന്നു. റക്കേൽ വീണ്ടും പ്രൊഫസറിനെ വിളിച്ച് തങ്ങൾക്ക് കൊടുത്ത വീഡിയോ പ്രൂഫ് ഓഫ് ലൈഫായി അക്സെപ്റ്റ് ചെയ്യുവാൻ സാധിക്കില്ല എന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന പ്രൊഫസർ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരിൽ വന്ന് കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കൂ എന്ന് പറയുന്നു. റക്കേൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇത് പ്രൊഫസറിന്റെ പ്ലാനിന്റെ ഭാഗമായിരുന്നു. അവർ മനഃപൂർവ്വമായിരുന്നു പോലീസിന് ലോ ക്വാളിറ്റി വീഡിയോ അയച്ചത്. പ്രൊഫസറിന് പോലീസ് ടീമിനെ എങ്ങനെയും ഉള്ളിലേക്ക് എത്തിക്കണം. എന്തിനാണ് പ്രൊഫസർ പോലീസിനെ റോയൽ മിന്റിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വെൽക്കം ടു മൈ ചാനൽ മല്ലു എക്സ്പ്ലനേഷൻ 2.0. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. മെയിൻ എൻട്രൻസ് ഓപ്പൺ ആകുന്നു. റക്കേൽ റോയൽ മിന്റിലേക്ക് കടക്കുന്നു. റിയോയും ടോക്കിയോയും ബെർലിനും ഒഴികെ മറ്റെല്ലാവരും മാസ്ക് ധരിച്ചിരിക്കുന്നു. ഇവരുടെ ഐഡന്റിറ്റി പോലീസ് ഓൾറെഡി കണ്ടെത്തിയിരുന്നു. റിയോ റക്കേലിന്റെ പക്കൽ എന്തെങ്കിലും ഡിവൈസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ശേഷം അവളെ അകത്തേക്ക് വിടുന്നു. ഈ സമയം കോഫി ഷോപ്പിൽ ഏഞ്ചൽ പ്രൊഫസറിനെ മീറ്റ് ചെയ്യുന്നു. ഏഞ്ചൽ പ്രൊഫസറിനോട് റക്കേൽ അവിടെ ഇല്ല എന്ന് പറയുന്നു. താൻ റക്കേലിനെ കാണാൻ വന്നതല്ല, കോഫി കുടിക്കാൻ വന്നതാണെന്ന് പ്രൊഫസർ പറയുന്നു. ഏഞ്ചലിന് പ്രൊഫസറിന്റെ കാര്യത്തിൽ ചില ഡൗട്ടുകൾ ഉണ്ടായിരുന്നു. ഏഞ്ചൽ പ്രൊഫസറിനോട് അയാളുടെ ജോലിയെ പറ്റി ചോദിക്കുന്നു. പ്രൊഫസർ താൻ ജോലി റിസൈൻ ചെയ്തു എന്നും പുതിയൊരു ബിസിനസ് ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണെന്നും പറയുന്നു. എന്ത് ബിസിനസ് ആണെന്ന് ഏഞ്ചൽ ചോദിക്കുന്നു. പ്രൊഫസർ താൻ ഒരു ജ്യൂസ് കമ്പനി തുടങ്ങുവാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറയുന്നു. ഏഞ്ചൽ ഒരിക്കൽ അവിടേക്ക് വരാമെന്ന് പ്രൊഫസറിനോട് പറയുന്നു. ഈ സമയം റക്കേൽ ഹോസ്റ്റേജസിനെ കാണുവാനായി റോയൽ മിന്റിന്റെ ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. റക്കേൽ പ്രൊഫസർ എവിടെയെന്ന് അന്വേഷിക്കുന്നു. പ്രൊഫസർ ചില തിരക്കുകളിലാണ്, കാണാൻ സാധിക്കില്ല, അതിന് അദ്ദേഹം ക്ഷമ ചോദിച്ചതായി ബെർലിൻ പറയുന്നു. റക്കേൽ ഓരോരുത്തരോടും സംസാരിച്ചു തുടങ്ങുന്നു. തങ്ങൾക്കവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചു ഉറപ്പുവരുത്തുന്നു. ഈ സമയം റക്കേൽ ഇടയ്ക്കുള്ള സൈലൻസിൽ അവിടെ കറൻസി പ്രിന്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നു. അവിടെ നിന്നും പ്രൊഫസറിന്റെ പ്ലാൻ കാണിക്കുന്നു. ഏത് വിധേനയും പോലീസിന്റെ സമയം പാഴാക്കണം. പല തെളിവുകളും തങ്ങൾ തന്നെ പോലീസിന് കൊടുക്കണം. എന്നാൽ പോലീസ് അത് തേടിയെത്തുമ്പോഴേക്കും അവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല. റക്കേൽ അവിടെ ഉണ്ടായിരുന്ന 2 മണിക്കൂറിനുള്ളിൽ 16 മില്യൺ യൂറോ അവർ പ്രിന്റ് ചെയ്തിരുന്നു. ഈ സമയം പ്രൊഫസറിന്റെ ഫാക്ടറിയിലേക്ക് ഏഞ്ചൽ എത്തുന്നു. ആ വഴിക്ക് വന്നപ്പോൾ തന്നെ കണ്ടിട്ട് പോകാമെന്ന് കരുതി വന്നതാണെന്ന് ഏഞ്ചൽ പറയുന്നു. ഏഞ്ചൽ പ്രൊഫസറിന്റെ ജ്യൂസ് ടേസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. പ്രൊഫസർ ഏഞ്ചലിന് വേണ്ടി ജ്യൂസ് തയ്യാറാക്കുന്നു.
ഈ സമയം അവിടെയുണ്ടായിരുന്നൊരു സ്പൂൺ ഏഞ്ചൽ രഹസ്യമായി എടുക്കുന്നു. ഏഞ്ചൽ ജ്യൂസ് വാങ്ങി കുടിച്ചുകൊണ്ട് അവിടെയെല്ലാം സൂക്ഷ്മമായി പരിശോധിക്കുന്നു. ചില സാധനങ്ങൾ തുണി കൊണ്ട് മൂടിയിരിക്കുന്നതായി ഏഞ്ചൽ ശ്രദ്ധിക്കുന്നു. ഈ സമയം ഏഞ്ചലിന് ഒരു ഫോൺ കോൾ വരുന്നു. ഏഞ്ചൽ മറ്റൊരു ദിവസം വരാമെന്ന് യാത്ര പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. ഏഞ്ചൽ നേരെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ടിന്റെ അരികിലേക്കാണ് പോയത്. അവിടെ ടീം ഹെഡ് റക്കേലിന്റെ എക്സ് ഹസ്ബൻഡ് ആയിരുന്നു. പ്രൊഫസർ യൂസ് ചെയ്ത സ്പൂൺ അയാൾ അവർക്ക് കൊടുക്കുന്നു. പോലീസിനെ ഡീവിയേറ്റ് ചെയ്യുവാനായി കാർ തകർത്ത് വാക്കി ടോക്കിയിലൂടെ സംസാരിച്ച സംഭവത്തിൽ ഏതെങ്കിലും ഫിംഗർ പ്രിന്റ് കിട്ടിയാൽ ഈ സ്പൂണിലെ ഫിംഗർ പ്രിന്റുമായി മാച്ച് ചെയ്ത് നോക്കണമെന്ന് ഏഞ്ചൽ ആവശ്യപ്പെടുന്നു. ശേഷം ഏഞ്ചൽ ഫാർമസിയിലേക്ക് പോകുന്നു. എന്നാൽ അതിനോടകം തന്നെ അവിടേക്കാരോ എത്തി ഫയലുകളെല്ലാം എടുത്തുകൊണ്ട് പോയിരുന്നു. അത് പ്രൊഫസർ ആയിരുന്നു എന്ന് കാണിക്കുന്നു. എന്നാൽ ഏഞ്ചലിന് പ്രൊഫസറിനെ പിടിക്കുവാൻ കഴിയുന്നില്ല. ഫാർമസിയിൽ റെയ്ഡ് ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ഏഞ്ചലിനും റക്കേലിനും മാത്രമേ അറിയുള്ളൂ. എന്നാൽ ഏഞ്ചൽ അവിടെ എത്തും മുന്നേ ആ ഫയൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇതറിഞ്ഞ റക്കേൽ ഏഞ്ചലിനെ സംശയിക്കുന്നു. അവൾ ഏഞ്ചലിനോട് ടെന്റിലേക്ക് വരുവാൻ ആവശ്യപ്പെടുന്നു. എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ കൺഫ്യൂസായി നിൽക്കുന്ന ഏഞ്ചലിനെ കാണിച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.